കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയ്ക്കകത്തൊരു കമൻറ്റ് വന്നു. നമ്മുടെ വീട്ടിലെ ഇൻവേർട്ടർ കാണിക്കണം, അതുപോലെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കണം, സ്റ്റാൻഡും പാനലും ഒക്കെ കാണിക്കണം എന്നും പറഞ്ഞൊരു കമൻറ്റ് വന്നേ. ഇതാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻവേർട്ടർ. ഇത് ഈസ്റ്റ്മാൻ എന്നും പറഞ്ഞൊരു കമ്പനിയുടെ ഇൻവേർട്ടറാണ്. ഇത് വന്നിട്ട് നമ്മുടെ DC-DB, ഇത് വന്നിട്ട് നമ്മുടെ AC-DB. പിന്നെ ഇവിടാണ് നമ്മുടെ എർത്ത് പോയിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു മൂളിച്ച കേൾക്കാം. 4100 ചില്ലുവാനം 4200 ചില്ലുവാനം വാട്ട്സ് ഇപ്പം നമുക്ക് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് മാക്സിമമായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഞാൻ മേളിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള പാനലും സ്റ്റാൻഡും ഒക്കെ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ പാനൽ. 10 പാനലാണ് ഇരിക്കുന്നത്. 540 വാട്ട്സിൻ്റെ 10 പാനൽ. അപ്പോൾ അതിൻ്റെ കേബിളായി പോകുന്നത്. നിലത്തൂടായിരുന്നു ഞാനിതിങ്ങനെ കട്ട വെച്ച് പൊക്കി വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് കാണിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. നമുക്ക് 2 പാനും കൂടെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതാണ് ആ ഗ്യാപ്പ് കിടക്കുന്നത്. ഇതിങ്ങനെയാണ് നമ്മുടെ പാനിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു സ്റ്റാൻഡ്, ഇത്ര ഒരു 3 കിലോ വാട്ടിൻ്റെ സ്റ്റാൻഡും ഇതിനിപ്പുറത്തോട്ട് വന്നിട്ട് ഇതൊരു 3 കിലോ വാട്ടും, അങ്ങനെ 6 കിലോ വാട്ട് പാനൽ വെക്കാവുന്ന സ്റ്റാൻഡാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ പ്രീമിയറിൻ്റെ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻവേർട്ടർ സ്ട്രിങ് ഇൻവേർട്ടറാണ്. കറണ്ട് പോകുമ്പോൾ നമുക്ക് ബാക്കപ്പ് കിട്ടത്തില്ല. വീട്ടിലുള്ള നോർമൽ ഇൻവേർട്ടറിലുള്ള ബാക്കപ്പ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് നമ്മുടെ പെരയുടെ മുണ്ടയിൽ ഇപ്പം സമയം 11 മണി ഒക്കെ കഴിഞ്ഞു. 12-നും 11-നും ഇടയ്ക്ക് സമയമാണ്. അപ്പം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സൺലൈറ്റ് കിട്ടും. നമുക്ക് സൂര്യൻ കൃത്യം ഇപ്പം ഏകദേശം ഈ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഷെയ്ഡുകൾ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു പ്രൊഡക്ഷൻ വെയിലുള്ള സമയമാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് രാവിലെ ഒരു 7 മണിക്ക് പ്രൊഡക്ഷൻ, 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഒരു 7 മണി 8 മണിയാകുമ്പോഴാണ് നമുക്ക് ഒരു 1000 കിലോ വാട്ട് പ്രൊഡക്ഷൻ കിട്ടുന്നത്. മഴക്കാലമൊക്കെ ആണെങ്കിൽ 8 മണിയാവും. ഉണക്കാലമൊക്കെ ആണെങ്കിൽ 7 മണിയാകുമ്പോഴത്തേന് പ്രൊഡക്ഷൻ 1 കിലോ വാട്ട് വരും. നമുക്ക് വൈകിട്ടൊരു 3 മണി 4 മണി വരെയാണ് നല്ല പ്രൊഡക്ഷൻ എനിക്കിവിടെ കിട്ടുന്നത്. ഇത്രയാണ് നമ്മുടെ പാനലിൻ്റെ കാര്യങ്ങൾ. പ്രീമിയർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് പാനൽ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് 540 വാട്ട്സാണ്. ഞാൻ ഗൂഗിളിൽ അതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പം അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ കൊടുക്കുന്ന ഒരു പാനലാണെന്നാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത്. പിന്നെ നമ്മളിവിടെ ഇത് ഡ്രില്ല് ചെയ്തല്ല സ്റ്റാൻഡുകളൊന്നും ഉറപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്താണ് ഉറപ്പിച്ചിരിക്കുന്നത്. കാരണം ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് നാളുകൾ കഴിയുമ്പം ലീക്ക് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിത് അല്ലാതെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് നല്ല അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെയാണ്. ഓരോ കാറ്റടിച്ചാലോ അങ്ങനെ ഇളക്കോ കാര്യങ്ങളൊന്നും വരത്തില്ല. കാരണം ഒരു കാര്യം കൂടെ, നമ്മൾ പൊക്കം അധികം ഇല്ലാത്ത സ്റ്റാൻഡ് വെച്ചു. ഇതിൽ പൊക്കമുള്ള സ്റ്റാൻഡുണ്ട്. ഇതിലും പൊക്കമുള്ള സ്റ്റാൻഡ് വെക്കാമായിരുന്നു. പക്ഷേ അങ്ങനത്തെ വെക്കുമ്പം ഈ പാരപ്പറ്റിൻ്റെ മുകളിലേക്ക് ഹൈറ്റ് കൂടും. അപ്പം കാറ്റ് കുറച്ചുകൂടെ വരും. അതുപോലെ തന്നെ നമുക്ക് ക്ലീനിങ് ഭയങ്കര പാടാണ്. ഇപ്പം ഇത് തന്നെ ആണെങ്കിലും ക്ലീനിങ് ഇച്ചിരി പാടാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ താഴ്വശം നല്ലപോലെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. മുകൾ വശം നമ്മൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഞാൻ അടിയിലൊരു കസാര കിടപ്പുണ്ട്. കസാര ഇട്ട് അതിൽ കയറി നിന്നിട്ട് മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലീനിങ് ബുദ്ധിമുട്ടുണ്ട്. പൊക്കം കൂടുമ്പോഴും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരും. നമുക്ക് ക്ലീനിങ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ നോക്കിയാൽ കാണാം. അപ്പം 2-3ാമത്തെ പാനൽ തൊട്ട് അവിടെ പൊടി ഇരിക്കുന്നുണ്ടോ. അപ്പോൾ മഴ പെയ്യുമെന്ന് പറഞ്ഞാലും ഈ പൊടി ഇതിലിങ്ങനെ അടിഞ്ഞടിഞ്ഞിരിക്കും. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് താഴ്വശത്തെല്ലാം പൊടിയാവും. അപ്പം ഞാനിത് കഴുകിയിട്ട് അധികം ദിവസമൊന്നുമില്ല. ഇത്രയും മഴകൾ പെയ്യുന്നുണ്ടെങ്കിലും നോക്കിയോണ്ടോ പൊടി വന്ന് അടിയുന്നത് കണ്ടോ. ഇവിടെ എല്ലാം പൊടി അടിയുന്നുണ്ട്. ഈ പാനൽ അടിഞ്ഞിട്ടുണ്ട്, ഈ പാനൽ അടിഞ്ഞിട്ടുണ്ട്, ഈ പാനൽ അടിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും നമുക്ക് പൊടി വന്നടി. ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട്, അത് കൂടാതെ നമ്മൾ മോപ്പ് വെച്ചാണ് ഞാൻ കഴുകുന്നത്. അതുപോലെ തന്നെ കണ്ടോ കിളി കാഷ്ടിക്കുന്നത്. ഇത് ഇവിടെ ഉണ്ട്. ഇത് അതുപോലെ അവിടെയും ഇതാവും. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രോപ്പറായിട്ട് ക്ലീനിങ് ചെയ്യണം. അപ്പം ഞാൻ ഇത്രയും ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. അതിന് ഞാനിവിടെ ഒരു ടാപ്പ് അഡീഷണൽ ടാങ്കിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളം എടുക്കാനായിട്ട് നമ്മൾ അഡീഷണൽ ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട്. ആ ടാപ്പ് ഉപയോഗിച്ചിട്ട് അവിടുന്ന് വെള്ളം എടുത്തിട്ടാണ് ഞാനിത് ക്ലീനിങ് ചെയ്യുന്നത്. അപ്പം ഇൻവെർട്ടർ കാണിക്കണമെന്ന് പറഞ്ഞു, ഇൻവെർട്ടർ കാണിച്ചു. സ്റ്റാൻഡ് കാണിക്കണമെന്ന് സ്റ്റാൻഡ് കാണിച്ചു. പാനൽ കാണിക്കണമെന്ന്
പാല് കാണിച്ചു. ഇനി എന്തെങ്കിലും ഇതുപോലെ കാണിക്കണോ അറിയാനോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ ആക്കി ഇത് ചെയ്ത് കാണിക്കുന്നതായിരിക്കും.